സിനിമയുടെ മിക്കവാറും എല്ലാ രംഗങ്ങളും പൂർത്തിയാക്കി. ഒരു അപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ച ശേഷം ഗുണ്ടകൾ വെടിവെച്ച് കൊല്ലുന്ന ഒരു സീക്വൻസ് ചിത്രീകരിക്കുകയായിരുന്നു. 1993 മാർച്ച് 31 ബ്രണ്ടൻ ലീയുടെ ഭൂമിയിലെ അവസാനത്തെ ദിനമായിരുന്നു. ആ ചിത്രീകരണത്തിനിടയിൽ ഡമ്മി തോക്കുകൾക്കിടയിൽ യഥാർത്ഥമായ 2 ബുള്ളറ്റുകൾ അടങ്ങിയ തോക്കുകളും യാദൃശ്ചികമായി ഉൾപ്പെട്ടിരുന്നു. അബദ്ധത്തിൽപ്പെട്ടതാണോ അതോ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് വെച്ചതോ എന്ന കാര്യത്തിൽ ഇന്നും അഭ്യൂഹങ്ങളുണ്ട്. പ്രതിയോഗികൾ നായകനായ ലീയെ വളഞ്ഞിട്ട് വെടിവെക്കുന്ന ഒരു രംഗമായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ എന്താണ് അന്ന് സംഭവിച്ചത്? ഒരു നാൾ ഒരിടത്തൊരിടത്ത്. കിഴക്കിന്റെ ഇടിയെന്ന് ഹോളിവുഡ് ആദ്യം വിശേഷിപ്പിച്ചത് സാക്ഷാൽ ബ്രൂസ്ലിയാണ്. ഇന്നും നിഗൂഢതയുടെ പരിവേഷം ചാർത്തി ഒരു സമസ്യയായി നിൽക്കുന്നു ബ്രൂസ്ലിയുടെ മരണം. ബ്രൂസ്ലിയെ കുറിച്ച് പലരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ മരണം അകാലത്തിൽ കൊണ്ടുപോയെങ്കിലും അന്നും ഇന്നും ആയോധനാകലാ പ്രേമികളുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം ബ്രൂസ്ലിക്ക് തന്നെയാണ്. ഇത്തവണ നിങ്ങളോട് പറയുന്നത് ബ്രൂസ്ലിയെ കുറിച്ചല്ല, ബ്രൂസ്ലിയുടെ മകനും അച്ഛനെ പോലെ തന്നെ അകാലത്തിൽ അന്തരിച്ച ബ്രണ്ടൻ ലീയെ കുറിച്ചാണ്. ആദ്യത്തെ മാർഷൽ ആർട്ടിസ്റ്റ് ബാലതാരം എന്ന ബഹുമതി ബ്രണ്ടൻ ബ്രൂസ്ലിക്ക് അവകാശപ്പെട്ടതാണ്. സാക്ഷാൽ ബ്രൂസ്ലിയുടെയും ലിൻഡ എമേറിയുടെയും പുത്രനായി 1965 ഫെബ്രുവരി 1 ജനിച്ച ബ്രണ്ടൻ ലീ വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിൻ്റെ പാതയിലേക്ക് കടന്നു വന്നു. ബ്രൂസ്ലി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബാലൻസിങ്ങിനും കഴിവിനും പ്രാധാന്യം കൂടുതൽ കൊടുത്ത JKD എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ജീത് കുനേദോ എന്ന ആയോധനാ കലയിൽ ബ്രണ്ടൻ പരിശീലനം നേടി. ശേഷം ബാലതാരമായി സിനിമയിൽ കഴിവ് തെളിയിച്ചെങ്കിലും പിതാവിൻ്റെ മരണശേഷം പൂർണ്ണമായി സിനിമാ ലോകത്തെ കാലെടുത്തു വെച്ച ബ്രണ്ടൻ അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നവും ബ്രൂസ്ലിയുടെ വിശ്വ പ്രശസ്തി തന്നെയായിരുന്നു. ആദ്യകാലങ്ങളിൽ ലോ ബഡ്ജറ്റ് ആക്ഷൻ ചിത്രങ്ങൾ അഭിനയിച്ചു വന്ന ബ്രണ്ടന് താമസിയാതെ തന്നെ ഒരു കാര്യം ബോധ്യമായി. ഒരേ രീതിയിലുള്ള ചിത്രങ്ങൾ മാത്രം താൻ സ്വീകരിച്ചു കൊണ്ടിരുന്നാൽ അധികം താമസിയാതെ താൻ ഈ ഫീൽഡ് വിടേണ്ടി വരും. ബ്രൂസ്ലിയുടെ മകൻ എന്ന ലേബലിൽ അറിയപ്പെടുന്നതിലും ഉപരിയായി സിനിമയിൽ തൻ്റെതായ ഒരു വ്യക്തിത്വം സ്ഥാപിക്കുവാൻ വ്യത്യസ്തമായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു ബ്രണ്ടൻ. 1989 ഹിറ്റായി മാറിയ ഒരു കോമിക്സ് ബുക്കായിരുന്നു ദ ക്രോ. അതിലെ പ്രധാന കഥാപാത്രമായ റോക്കർ എറിക് ഡ്രോവൻ അക്രമികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശേഷം അതിമാനുഷിക ശക്തി നേടി ശവക്കല്ലറ തുറന്നു വന്ന് ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതായാണ് കഥാതന്തു. വൻ വിജയമായ ഈ കോമിക്സിന്റെ സൃഷ്ടാവായ ജെയിംസ് ഒബാർ അതേ പേരിൽ ഈ കഥയെ അവലംബമാക്കി ഒരു സിനിമ പിടിക്കുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ബ്രണ്ടൻ ഇതുതന്നെയാണ് താൻ കാത്തിരുന്ന അവസരമെന്ന് മനസ്സിലാക്കി ജെയിംസ് ഒബാറിനെ സ്വകാര്യമായി സന്ദർശിച്ചു. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത് സാക്ഷാൽ ജോണി ഡെപ്പിനെയും ക്രിസ്ത്യൻ സ്ലോറിനെയും ആയിരുന്നെങ്കിലും ബ്രണ്ടന്റെ സ്വഭാവത്തിലും ഇടപെടലിലും ആകർഷകനായ ജെയിംസ് നായക കഥാപാത്രമായി ബ്രണ്ടനെ തന്നെ തീരുമാനിച്ചു. ആ തീരുമാനം ഒരു തെറ്റായിരുന്നില്ല. പിൽക്കാലത്ത് ബാറ്റ്മാൻ സീരീസിലെ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വില്ലനായ ജോക്കറുടെ പല മാനസങ്ങളും പൈറേറ്റ്സ് ഓഫ് കരീബിയനിൽ ജോണി ഡെപ്പ് തകർത്തഭിനയിച്ച ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയുടെ ചലനങ്ങളും അന്നേ ബ്രണ്ടൻ ലീ ദ ക്രോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ $15 മില്യൺ ബജറ്റിൽ ദ ക്രോയുടെ ചിത്രീകരണം ആരംഭിച്ചു. അതോടുകൂടി വരുവാനിരിക്കുന്ന മഹാദുരന്തത്തിൻ്റെ മുന്നോടി എന്ന വണ്ണം ഷൂട്ടിംഗ് സെറ്റിൽ പല തടസ്സങ്ങളും കണ്ടു തുടങ്ങി. സെറ്റിലെ ഒരു കാർപ്പൻ്റർക്ക് അവിചാരിതമായി ദേഹത്ത് തീ പടർന്നു കയറി. ഒരു സ്റ്റണ്ട്മാൻ കയർ പൊട്ടി താഴെ വീണ് ഗുരുതരാവസ്ഥയിലായി. സ്വകാര്യ പ്രശ്നങ്ങൾ മൂലം സമനില തെറ്റിയ ഒരു ക്രൂ മെമ്പർ അപകടകരമാം വിധം സ്റ്റുഡിയോയ്ക്കുള്ളിലൂടെ വാഹനം ഓടിച്ച് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റടിച്ച് തയ്യാറാക്കിയിരുന്ന സെറ്റ് പൂർണ്ണമായും തകർന്നു. ചിത്രത്തിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തത് കൂടാതെ എല്ലാ സംഘടന രംഗങ്ങളും ലീ തന്നെയാണ് ചെയ്തിരുന്നത്. കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 20 പൗണ്ടോളം ഭാരം കുറച്ച് ബ്രണ്ടൻ ലീ വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു. ലെഗസി ഓഫ് റേജ്, ലേസർ മിഷൻ, ഷൗഡൗൺ ഇൻ ലിറ്റിൽ ടോക്കിയോ എന്നീ സിനിമകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. വളർന്നു വരുന്ന താരം പിന്നീട് ഗോതിക് ഫാന്റസി ചിത്രമായ ദ ക്രോയിൽ എറിക്കായി അഭിനയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ തകർപ്പൻ വേഷമായി സജ്ജീകരിച്ചു. ഒപ്പം തൻ്റെ കാമുകി എലീസ ഹട്ടനുമായി സന്തോഷത്തോടെ വിവാഹ നിശ്ചയം നടത്തി. മരണത്തിലേക്കുള്ള വഴി 1993 മാർച്ചിൽ ലീ സിനിമയുടെ മിക്കവാറും എല്ലാ രംഗങ്ങളും പൂർത്തിയാക്കി. അപ്പാർട്ട്മെന്റിൽ കടന്നതിന് ശേഷം ഗുണ്ടകൾ വെടിവെച്ച് കൊല്ലുന്ന ഒരു സീക്വൻസ് ചിത്രീകരിക്കുകയായിരുന്നു. 1993 മാർച്ച് 31 ബ്രണ്ടൻ ലീയുടെ ഭൂമിയിലെ അവസാനത്തെ ദിനമായിരുന്നു.
ചിത്രീകരണത്തിനിടയിൽ ഡമ്മി തോക്കുകൾക്കിടയിൽ യഥാർത്ഥ 2 ബുള്ളറ്റ് അടങ്ങിയ തോക്കുകളും യാദൃശ്ചികമായി ഉൾപ്പെട്ടിരുന്നു. അബദ്ധത്തിൽപ്പെട്ടതാണോ അതോ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് വെച്ചതോ എന്ന കാര്യത്തിൽ ഇന്നും അഭ്യൂഹങ്ങളുണ്ട്. പ്രതിയോഗികൾ നായകനായ ലീയെ വളഞ്ഞിട്ട് വെടിവെക്കുന്ന രംഗമായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത്. അവസാനത്തെ ആക്ഷൻ സിനിമയിൽ ഡയറക്ടർ ഉച്ചത്തിൽ പറഞ്ഞ ആക്ഷൻ കേട്ട് ശത്രുക്കളുടെ മധ്യത്തിലേക്ക് നടന്ന ബ്രണ്ടൻ ലീ എന്നേക്കുമായി കട്ടു പറഞ്ഞു പോയി. യഥാർത്ഥ ബുള്ളറ്റ് ശരീരത്തിൽ കയറിയ ബ്രണ്ടനെ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഉടൻ തന്നെ സർജറി നടത്തിയെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബ്രണ്ടൻ ലീ മരണത്തിന് കീഴടങ്ങി. വേദന സംഹാരിയിലെ രാസവസ്തുക്കൾ ലീയുടെ ശരീരത്തിലുണ്ടാക്കിയ പ്രതിപ്രവർത്തനം മുതൽ രക്തത്തിലെ സോഡിയത്തിന്റെ അംശം കുറയുന്ന ഹൈപ്പോനെട്രീമിയ വരെ ലീയുടെ മരണകാരണമായി പറയപ്പെടുന്നുണ്ട്. തുടർന്ന് കേസ് അന്വേഷിച്ച പോലീസിന് ഗൂഢാലോചനയുടെയോ മനഃപൂർവ്വം നടത്തിയ ഒരു നരഹത്യയുടേതോ ആയ യാതൊരു തെളിവും ലഭിച്ചില്ല. ദ ക്രോയുടെ സൃഷ്ടാവായ ജെയിംസ് ഓബാർ നിർമ്മാണ സംരംഭത്തിൽ നിന്നും ലീയുടെ മരണമേൽപ്പിച്ച ആ ആഘാതത്തിൽ നിന്നും പിന്മാറി. പൂർത്തിയാകാത്ത ബ്രണ്ടൻ ലീയുടെ രംഗങ്ങൾ പിന്നീട് ഒരു സ്റ്റണ്ട്മാനെ വെച്ച് ചിത്രീകരിക്കുകയും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ ലീയുടെ മുഖം ഇമ്പോസ് ചെയ്യുകയുമായിരുന്നു. 1994 ബ്രണ്ടൻ ലീക്കും അദ്ദേഹത്തിന്റെ ഭാര്യയായ എലിസയ്ക്കും സമർപ്പിച്ചുകൊണ്ട് ദ ക്രോ വെള്ളിത്തിരയിലെത്തി. വൻ വാണിജ്യ വിജയവും തന്റെ കരിയർ ബ്രേക്ക് ആകേണ്ടതുമായ ആ ചിത്രം കാണുവാൻ പക്ഷേ ബ്രണ്ടൻ ലീ ഉണ്ടായിരുന്നില്ല. ഇതിഹാസമായ തന്റെ പിതാവിന്റെ കല്ലറയോട് ചേർന്ന് തന്നെ ബ്രണ്ടനെയും സംസ്കരിച്ചു. അതേസമയം ബ്രണ്ടന്റെ മരണം പിതാവ് ബ്രൂസിലിയുടേത് പോലെ തന്നെ ആരാധകർക്കിടയിൽ ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു.